ബിജുവുമായി അല്പസമയം നമുക്ക് പങ്കിടാം. ബിജുവിൻ്റെ തുടക്കം, ഈ ആംബുലൻസ് രംഗത്തേക്ക് വരുന്ന തുടക്കം ഉണ്ടാവല്ലോ, അത് എങ്ങനെയായിരുന്നു? അല്ല അതിനെന്തെങ്കിലും ഒരു പ്രചോദനം, അതല്ലെങ്കിൽ ഇതൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ വന്നതാണോ, എന്താണ്? കൊയിലാണ്ടി സാധാരണ ആശുപത്രിയിൽ ഒരു ആംബുലൻസ് ഇങ്ങനെ കാണുന്നത്, ഒരു ചെറിയ ഒമിനി വണ്ടി. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, ഇങ്ങനെ ഡ്രൈവർ ഇതിലുണ്ടോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ പറഞ്ഞ ഡ്രൈവറില്ല, ആൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ എന്നെ വിളിച്ചു. വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു, 9 വർഷത്തോളം അവിടെ ഉണ്ടായി. പിന്നെ ഞാനൊരു സ്വന്തമായിട്ടൊരു വണ്ടി ഇറക്കി. ഉണ്ട് ഫുൾ ഹോസ്പിറ്റലായിട്ട് എല്ലാ സൗകര്യമായിട്ട് നമ്മളിവിടെ ഫുൾ ടൈം അവിടെ ഉണ്ടാകലുണ്ട്. ഒരു പ്രസവം നടന്നിട്ടുണ്ട്. വണ്ടി ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പണ്ട് വൈകി ഇവിടെ ചെങ്ങോട്ട് ഗേറ്റ് ആയിരുന്നു, ഗേറ്റ് കടന്ന് പോകണം. ഗേറ്റ് കടന്ന് ചുങ്കം വഴി ചുറ്റി പോകണം. അപ്പം മലാപ്പുറമ്പ് എത്തിയ ഒരാൾ പ്രസവിച്ചിരുന്നു. അതൊന്നാക്കാണ്ട് അങ്ങനെ തന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് അവിടുന്ന് ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കുഴപ്പമില്ലാണ്ട് റെഡിയായി. നമുക്ക് കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. ആദ്യം നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്കൊരു അടിയന്തര ഘട്ടത്തിൽ ആംബുലൻസിലെ രോഗിയെ രക്ഷിക്കാനുള്ള ഒരു അത്യാവശ്യം പരിശീലനം ഇപ്പം കുറേ സ്ഥലത്തുനിന്ന് ക്ലാസ്സുകളൊക്കെ BSL ക്ലാസ്സൊക്കെ കിട്ടി. നമ്മളെല്ലാ രോഗികൾക്കും പെട്ടെന്ന് ആദ്യം നമ്മൾ വിളിച്ചാൽ എത്തലുണ്ട്. എല്ലാവരെയും നമ്മൾ അർജൻറ്റായിട്ട് വേഗം കോളേജിലൊക്കെ എത്തിക്കലുണ്ട്. കുറേ ഒക്കെ ആളെ നമ്മൾ രക്ഷിച്ചിരിക്കും. അതിൽ കുറേ ആൾ ഇങ്ങോട്ട് വന്ന് നന്ദിയും പറഞ്ഞിരിക്കും.